കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടവര്, ജൂലൈ മാസം 8-ാം തീയതി 2007 ഈ ഞായറാഴ്ച ധ്യാനമന്ദിരത്തിൽ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയിക്കാനാണ്. ഏതാനും മിനിറ്റുകൂടെ ഇരുന്നാട്ട് ഈ ജൂലൈ മാസം 8-ാം തീയതി പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 6-ാം ഞായറാഴ്ചത്തെ ആരാധനയ്ക്കായിട്ട് പിതാക്കന്മാർ നമ്മളെ ഇവിടെ കൂട്ടിവരിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങളൊക്കെയും നമ്മൾ സ്വയപരിശോധനയ്ക്ക് തുടങ്ങണമെന്ന് പിതാക്കന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട്. പെന്തിക്കോസ്ത് കഴിഞ്ഞ് 6 ഞായറാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ആത്മാവിൽ എന്തുമാത്രം വളർന്നിട്ടുണ്ട്. നമ്മൾ ശിഷ്യന്മാരെ പോലെ യേശുവിന്റെ സാക്ഷികളായ ലോകത്തിന് അറ്റങ്ങളോളം പോകാൻ എന്തുമാത്രം പടികൾ കടന്നു, നമ്മൾ എന്തുമാത്രം കർത്താവിന്റെ പ്രസാദം നേടി കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരായി എന്ന് പരിശോധിക്കാൻ ഇന്നത്തെ വേദഭാവം വളരെ സഹായകരമാണ്. ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനം കഴിഞ്ഞ വ്യാഴാഴ്ച സങ്കേതഭവനത്തിൽ ആരംഭിച്ചതാണ്. അത് വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് ശനിയാഴ്ച അവിടെ പോയിട്ട് വീണ്ടും ഇതാ 4-ാം ദിവസം അവിടെ എത്തിയിരിക്കുന്നു. നാളെ സങ്കേതഭവനത്തിൽ അത് 5-ാം ദിവസം സമാഹരിക്കപ്പെടുന്നു. ഈ ആരാധനയിൽ ആകാശിയുള്ള നമ്മുടെ ധ്യാനങ്ങൾ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള നമ്മുടെ യേശുവിനോടത്തുള്ള കൂട്ടുവേലകൾ എങ്ങനെയാണ്, നമ്മുടെ പെന്തിക്കോസ്തിക്ക് മുമ്പുള്ള നമ്മുടെ ബലഹീനതകൾ, കർത്താവിന്റെ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള കർത്താവിന്റെ അനുഗ്രഹകരമായ പരിജ്ഞാനത്തോടുള്ള നീക്കങ്ങൾ, ഇവരെ പരിശീലിപ്പിച്ച വിധങ്ങൾ, ഇവയൊക്കെ നമ്മൾ പഠിക്കുകയായിരുന്നു. നമ്മൾ പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമാണ് ഇപ്പോൾ സഭയിൽ ജീവിക്കുന്നെങ്കിലും നമ്മുടെ വ്യക്തിപരമായ പെന്തിക്കോസ്ത് പെരുന്നാളിന്റെ അനുഭവം ഇല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ പരിശീലന കാലത്താണെന്നുള്ള ബോധത്തിൽ നമ്മൾ ഇനി എന്തെല്ലാം പരിശീലിക്കാനുണ്ട്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും യഥാസ്ഥാനപ്പെടാനുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി ഈ ആഴ്ചത്തെ ആരാധനയും ഉതകട്ടെ എന്ന് മുഖവരിയായിട്ട് നിങ്ങൾ ഓർപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന് 32 മുതൽ 39 വരെയായിരിക്കും ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. അത് 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച ശേഷം ശിഷ്യന്മാർ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്തുമാത്രം വളർന്നു എന്ന് പഠിക്കുവാൻ സഹായകരമാണ്. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിച്ച സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 4 സുവിശേഷകരും അവ 4 വിധത്തിൽ ചിത്രീകരിച്ച കാര്യം നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിന്റെ ശേഷം കുറെ വർഷങ്ങൾക്കോ അല്ലെ മാസങ്ങൾക്കോ ശേഷം 7 അപ്പം കൊണ്ട് 4000 വരെ പോഷിപ്പിച്ച സംഭവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിൽ കർത്താവിനെ എങ്ങനെ ഈ ശിഷ്യന്മാരുടെ സഹായം ലഭിച്ചു, ശിഷ്യന്മാർ കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്നെല്ലാം പുതിയ പാഠങ്ങൾ പഠിച്ചു, അതിന്റെ വെളിച്ചത്തിൽ അവർ എന്തുമാത്രം വളർന്നു എന്നൊക്കെ പഠിക്കുവാൻ ഈ വേദഭാവം സഹായകരമാണ്. നമ്മുടെയും സ്വയപരിശോധനയ്ക്ക് ഇത് ഉതകട്ടെ എന്ന് ആശംസിച്ചിട്ട് ആ വിശുദ്ധ കുർബാനയ്ക്ക് വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത അറിയിക്കുവാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ജൂലൈ മാസം 8-ാം തീയതി സെയിന്റ് പ്രോകോപ്പിയോസ് എന്നു പേരുള്ള ഒരു രക്തസാക്ഷിയായി മരിച്ച പരിശുദ്ധന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. സെയിന്റ് പ്രോകോപ്പിയോസ്, PROKOPIOS. ഇദ്ദേഹം AD 290 എംപററായിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനങ്ങളിൽ രക്തസാക്ഷിയായി സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി മരിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണെന്ന്. അങ്ങനെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ പ്രോകോപ്പിയോസ്. പക്ഷേ അനേകരെ പീഡിപ്പിക്കുവാൻ ഈ രാജാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു, ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്ന കാലത്ത് ഒരു ശൗൽ ക്രിസ്ത്യാനികളെ ജന്മിപ്പിച്ച് പീഡിപ്പിക്കുവാൻ അധികാരപത്രവുമായി കുതിരപ്പുറത്ത് സഞ്ചരിച്ചതുപോലെ ഈ പ്രോകോപ്പിയോസ് അന്ന് ഉണ്ടായിരുന്ന ആ രാജാവിന്റെ ഒരു വലിയ അധികാരമുള്ള ഓഫീസറായിരുന്നു. ആ ഓഫീസർ വലിയ ശക്തിയോടുകൂടി അനേകരെ ദണ്ഡിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും പോകുന്ന വഴി പൗലോസിനുണ്ടായ പോലെ അല്ലെങ്കിൽ ശൗലിനുണ്ടായതുപോലെ ഒരു ദർശനമുണ്ടായി, ഒരു വെളിപ്പാടുണ്ടായിട്ട് ആൾ ക്രിസ്ത്യാനിയായിട്ട് മാറുന്ന രംഗമാണ് പിന്നെ കാണുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തനിക്കുണ്ടായ വെളിപ്പാടിൽ അദ്ദേഹം കേട്ടതായ കാര്യം ആ ഒരു ദർശനവും ഒരു ശബ്ദവുമാണ് കേട്ടത്. ക്രിസ്ത്യാനികളെ ദണ്ഡിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും രാജാവിന്റെ അധികാരത്തോട് പോകുമ്പോൾ 3-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ്. AD 290. ആ പോകുന്ന വഴിക്ക് അദ്ദേഹം കേട്ട ശബ്ദം ഇതാണ്: I am Jesus Christ, the Son of God, who was crucified. ഇങ്ങനെ യേശുക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും തെറ്റിദ്ധരിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി പോകുന്ന വഴി ഇങ്ങനൊരു ശബ്ദം വളരെ വ്യക്തമായിട്ട് കേട്ടു. He looked up to see a large shining cross and to hear a voice saying. അദ്ദേഹം പോകുന്ന വഴി ആകാശത്തിൽ മിന്നുന്ന ഒരു പുരുഷനും ആ പുരുഷനോടുകൂടി ശബ്ദവും I am Jesus Christ, the Son of God, who was crucified. ക്രൂശിക്കപ്പെട്ടവനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് ഞാൻ
എന്ന് പറഞ്ഞ ആ ശബ്ദം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. അദ്ദേഹം ഒരു സത്യക്രിസ്ത്യാനിയായി മാറി. സത്യക്രിസ്ത്യാനിയായി തന്നെ താൻ പീഡിപ്പിക്കാൻ പോയ വളരെ യേശുവിലേക്ക് ആനയിച്ചു എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം വന്നു. രാജാവ് താൻ കൂറുമാറിയതിൽ വളരെ കോപാകുലനായി ഈ തന്റെ ഓഫീസറെ പിന്തിരിപ്പിക്കാൻ നോക്കി, പറ്റിയില്ല. അമ്മയെ വിട്ട് പറയിപ്പിച്ചു നോക്കി, എന്നിട്ടും പറ്റിയില്ല. എന്നിട്ട് ഈ അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു ആരാധന സ്ഥലത്ത് ഇയാളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അമ്മയും കൂടെ കൂട്ടി, നീ പോ, എന്നിട്ട് ഇത് ഒരു ഭ്രാന്താണെന്നാണ് ഈ രാജാവ് വിചാരിച്ചത്. ഇങ്ങനെ ശബ്ദം കേട്ടതും ഇങ്ങനെ കുരിശു കണ്ടതും ക്രിസ്ത്യാനിയാകണമെന്നുള്ള നിയോഗങ്ങളും ക്രിസ്ത്യാനിയായ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും രാജാവിനൊക്കെ ഭ്രാന്ത് പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറിപ്പോയി, ഭ്രാന്ത് പിടിച്ചുപോയി. ആ ഭ്രാന്ത് പിടിച്ച മോനെ സുഖപ്പെടുത്താൻ വേണ്ടി അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു ആരാധന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ മന്ത്രവും പൂജയൊക്കെ നടത്തി മാനസാന്തരപ്പെടുത്താൻ, ഇയാളുടെ ഭ്രാന്ത് മാറാൻ വേണ്ടി. പക്ഷെ ഭ്രാന്ത് മാറുകയല്ലായിരുന്നു. അവിടെയുള്ള വളരെ വിശ്വസിച്ച് ദൈവവശത്ത് വരത്തക്കവണ്ണം അവിടെ ഒരു അത്ഭുതം നടന്നു. അന്യദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ വലിയ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ടിഞ്ഞു വീണു. പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ആ ആരാധന സ്ഥലം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. അന്യദേവനെ ആദരിക്കുന്നതോടെ വേദനകൾ, അന്യദേവനെ ആരാധിക്കുന്നതോടെ വേദനകൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ 16-ാം സങ്കീർത്തനം ഇവിടെ അന്വർത്ഥമായി. അങ്ങനെ ഈ ഓഫീസർക്ക് താൻ അയക്കപ്പെട്ടയിടത്ത് കുറെ കൂടെ ബോധം വർദ്ധിച്ചു, കുറെ കൂടെ അനുഗ്രഹം ലഭിച്ചിട്ട് കർത്താവിന്റെ സാക്ഷിയായി അനേകരെ ദൈവവശത്ത് കൊണ്ടുവരാൻ തുടങ്ങി. അമ്മ നോക്കിയിട്ട് പറ്റുന്നില്ല, രാജാവ് നോക്കിയിട്ട് പറ്റുന്നില്ല, മന്ത്രവും ശുദ്രവും ആവിചാരവും ഒക്കെ ചെയ്ത് നോക്കിയിട്ടും ഇയാൾക്കൊരു വ്യത്യാസമില്ല. ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഇനി ഇയാളെ തട്ടുക എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അമ്മയെ ഉപേക്ഷിച്ചു. നാട്ടുകാരും എല്ലാവരും ഇയാളെ ആ രാജാവിനോട് ചേർന്ന് വിദ്വേഷിക്കാൻ തുടങ്ങി. വീട്ടുകാർ തന്നെ ശത്രുക്കളായി. അവസാനം ഈ പ്രോക്കോപ്പിയോസ് എന്ന് പറയുന്ന ആ വിശ്വാസി എന്തെല്ലാം ദണ്ഡന പീഡനങ്ങളേറ്റാലും എന്തെല്ലാം പറഞ്ഞാലും ജോലി പോയാലും എനിക്ക് എന്റെ യേശു മതി എന്ന് പറഞ്ഞു. ഇയാൾ ഒരിക്കലും ബന്ധിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇതുപോലൊരു ജൂലൈ മാസം 8-ാം തീയതി അദ്ദേഹത്തിന്റെ കഴുത്തറത്തു. അപ്പോഴും യേശുവിനെ സാക്ഷിച്ചുകൊണ്ട് പൗലോസിനെ പോലെ തന്നെ താൻ മാനസാന്തരപ്പെട്ടു. യേശുവിനെ ആദ്യം ഉപദ്രവിച്ചു, പിന്നെ സ്നേഹിച്ചു. തന്റെ അനേകരെ ദൈവചരിത്ത് കൊണ്ടുവന്ന ഒരു പരിശുദ്ധനായി എന്നറിയപ്പെടുന്നു. സെയിന്റ് പ്രോക്കോപ്പിയോസ് ദ ഗ്രേറ്റ് മാർട്ടിയർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സെയിന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം ജോർജ് പൗലോസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഈ ചരിത്ര പുസ്തകത്തിൽ ഈ ജൂലൈ 8-ാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ആ പരിശുദ്ധനെ ഓർക്കുകയാണ്. നമ്മുടെ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഈ കാലയളവിൽ പ്രതികൂലങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇടർച്ചകളുടെയും മധ്യത്തിൽ നമ്മൾ യേശുവിനെ സാക്ഷിക്കുമോ, യേശുവിനെ ഇട്ടേച്ച് പോകുമോ എന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കുകയാണ്. അത്രയും പീഡനം നമുക്കില്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ വളരുന്നില്ല? പീഡനങ്ങളുടെ മധ്യത്തിൽ അനേകം കഴുത്തറക്കപ്പെട്ടിട്ടും ആ കഴുത്തും ആ രക്തവും ആ ജീവിതവും ആ അസ്ഥികളും ഇന്നും യേശുവിനെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ വിശ്വാസം എത്രത്തോളമായി എന്ന് നമ്മളോട് ചോദിക്കുന്നു. ഈ മാർട്ടിയറായി തീർന്ന ഈ പരിശുദ്ധന്റെ ഈ ദിവസം ഈ ഓർമ്മ ദിവസത്തിൽ അദ്ദേഹം നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ എന്ത് മറുപടി പറയും? സെയിന്റ് പ്രോക്കോപ്പിയോസ് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾക്ക് എന്തിനും മറുപടി പറയാനുണ്ടോ? നമുക്ക് കുറ്റബോധം വന്നിട്ടുണ്ടെങ്കിൽ പെന്തിക്കോസ്തിയുടെ ആത്മാവിൽ ഏത് പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ യേശുവിന്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കുർബാന എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന മധ്യത്തിൽ ഈ പരിശുദ്ധൻ നമ്മളോട് സംസാരിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെ. യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഈ ജനത്തിൽ എന്റെ മനസ്സലിയുന്നു. എന്നാൽ ഇതാ ഇവർ 3 ദിവസമായി എന്റെ അടുക്കൽ താമസിക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. ഇവരെ പട്ടിണിയായി പറഞ്ഞേക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഈ ജനത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ട അപ്പം ഈ വചനപ്രദേശത്ത് എവിടെ നിന്ന്? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? അവർ അവനോട് പറഞ്ഞു, 7 അപ്പവും കുറെ ചെറുമീനും.
അവൻ ജനത്തോട് നിലത്ത് ഭക്ഷണത്തിലിരിക്കുവാൻ കൽപ്പിച്ചു. പിന്നീട് ആ 7 അപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ അത് ജനത്തിനെ കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ 7 കുട്ടകൾ നിറയെ എടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചോ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ 4000 പുരുഷന്മാരായിരുന്നു. അനന്തരം യേശു ജനങ്ങളെ പിരിച്ചുവിട്ടിട്ട് വഞ്ചിയിൽ കയറി മഗദായുടെ അതിർത്തിയിലേക്ക് പോയി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 6ാം ഞായറാഴ്ച നമ്മുടെ സ്വയപരിശോധനയ്ക്കും ആത്മീയ വളർച്ചയുടെ വിവേചനത്തിനുമായി ഈ വേദഭാഗം നമ്മൾ എടുത്തിരിക്കുന്നു. നമുക്ക് സ്വല്പസമയം കൂടി ഇരിക്കാം. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിന് കുറേ നാളിന് ശേഷം 4 അപ്പം കൊണ്ട് 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് എന്തെല്ലാം പുതിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെയുള്ള കർത്താവ് ശിഷ്യന്മാരും തമ്മിലുമായ വർത്തമാനങ്ങളും അവിടുത്തെ ശുശ്രൂഷ ശൈലികളും അവരുടെ സഞ്ചാരവും എല്ലാം നിരീക്ഷിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ആ സംഭവത്തിൽ നിന്ന് ഈ ശിഷ്യന്മാർ പല പുതിയ പാഠങ്ങൾ പഠിച്ചു. അവർ അതനുസരിച്ച് വളർന്നു. പക്വതയും പാകതയും ആർജിച്ചിട്ട് അവിടെ പ്രാർത്ഥനയും അവിടെ വർത്തമാനവും അവരുടെ ശൈലികളും എല്ലാം വളരെ വ്യത്യസ്തമായി തീർന്നു. നമ്മുടെ ഇത്തരം നാളത്തെ സഭാജീവിതം കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ഈ കൊല്ലം വല്ല വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ ആഴ്ചത്തിനേക്കാൾ വല്ല വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ സഹായകമാണ്. യേശു ശിഷ്യന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത്, ഈ ജനത്തിൽ എന്റെ മനസ്സലിയുന്നു. ഇതാ അവർ 3 ദിവസമായി എന്റെ അടുക്കൽ താമസിക്കുന്നു. അതിൽ എന്താ പഠിക്കാനുള്ളത്? 3 ദിവസം ശിഷ്യന്മാർ ഈ യേശുവിന്റെ ഭക്ഷണത്തിന്റെ കാര്യം മിണ്ടിയില്ലെന്ന്. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചപ്പോഴത്തെ സംഭവം ഒറ്റ ദിവസം കഴിഞ്ഞപ്പോഴേ അവർക്ക് വേവലാതിയായി, ഇവർക്ക് എന്താ കൊടുക്കുമെന്ന്. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച സംഭവത്തിൽ ധ്യാനം ഒരു ദിവസമേ നടന്നുള്ളൂ. രാവിലെ ഒരു വൈകുന്നേരം ധ്യാനം, സന്ധ്യാറായപ്പോഴത്തേക്ക് വേവലാതിയായി. ഇവർക്ക് എന്നാ ആഹാരം കൊടുക്കും, എങ്ങനെയാണെന്ന് വിചാരിച്ച് അവർ തന്നെ ആലോചിച്ച് വ്യാകുലപ്പെട്ട് അവർ തന്നെ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്ന ഒരു വേലക്കാരനായിട്ട് യേശുവിനെ അങ്ങ് മാറ്റി ഇവരെ പറഞ്ഞു വിടണമേ എന്ന് പറഞ്ഞു. അത് നടന്നുമില്ല. അങ്ങനെ ഈ ശിഷ്യന്മാർ ആദ്യത്തെ സംഭവത്തിൽ മുൻകൈ എടുക്കുന്ന അവരാണ്. സമയത്തിന് മുമ്പാണ് അവർ യേശുവിനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഇടപെട്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനസ്സില്ലാ മനസ്സോടെ അന്ന് സന്ധ്യയ്ക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ആഹാരം കൊടുക്കേണ്ടി വന്നു. ഈ 12 ശിഷ്യന്മാർ കഴിക്കാനൊത്തില്ല, യേശുവിനും കഴിക്കാനൊത്തില്ല, അവരുടെ പിന്നെ ഒന്നിച്ചു പോകാനൊത്തില്ല. ശിഷ്യന്മാരെ വെള്ളത്തിലേക്കും കർത്താവ് മലയിലേക്കും കയറി പോകേണ്ട ഗതികേടാണ് ഈ അത്ഭവം നടന്നതിന് ശേഷം നടന്നത്. ഇവിടെ നോക്കുക, ഈ അത്ഭവം നടന്നു കഴിഞ്ഞപ്പോൾ അനന്തരം യേശു ജനങ്ങളെ പിരിച്ചുവിട്ടിട്ട് വഞ്ചിയിൽ കയറി മഗദായുടെ അതിർത്തിയിലേക്ക് പോയി. അങ്ങനെ 3 ദിവസം ധ്യാനയോഗം നടത്തി, ഉപവാസയോഗമായിരുന്നു. 3 ദിവസം ഉപവാസയോഗം കഴിഞ്ഞ് കർത്താവ് തന്നെ മുൻകൈ എടുത്തു. എല്ലാവരും സന്തോഷരായി അങ്ങ് കടന്നു പോയി. എന്നിട്ട് അവരൊന്നിച്ച് വഞ്ചിയിൽ കയറി മഗദായുടെ അതിർത്തിയിലേക്ക് ഒന്നിച്ച് വാനത്തു. ഒന്നിച്ച് വേല ചെയ്തപ്പോൾ ഒന്നിച്ച് വാനത്തുന്ന വലിയ ഭാഗ്യമാണ്. പക്ഷെ ഒന്നിച്ച് വേല ചെയ്തിട്ട് പിരിഞ്ഞു പോകേണ്ടി വരുന്നത് ദുഃഖവുമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒന്നിച്ച് വേല ചെയ്തിട്ട് കൂട്ടുവേലക്കാർ പിണങ്ങിപ്പിരിഞ്ഞ് പല സമയത്ത് പലയിടത്തേക്ക് എതിരി പോകുന്ന ഇതൊരു ദുഃഖമാണ്. ഇവിടെ ഇതായി ശിഷ്യന്മാർക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്കും കർത്താവിനും കൂടെ ഒരു ജോലി സന്തോഷമായി പൂർത്തീകരിച്ചിട്ട് പിരിച്ചുവിടേണ്ടവരെ സന്തോഷമായി പിരിച്ചുവിട്ടിട്ട് അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്നിച്ചു പോകാനത്തു. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് എവിടെയും പോവുക, അവസാനം പിണങ്ങി പിരിയുക. ചന്തയെ വെച്ച് പിണങ്ങി പിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്താ, ഭാര്യയും ഭർത്താവും കൂടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോവുക, പോയ വഴിക്ക് തന്നെ ചന്ത. അന്ന് എന്ന് കഴിയുമ്പോൾ പരസ്പരം ഒരു പൊരുത്തവും ഇല്ലാതെ 2 പേര് 2 സമയത്തോടെ ഇറങ്ങിപ്പോകേണ്ടി വരിക. ഏതെങ്കിലും കല്യാണ വീട് 2 പേരും ഒരുങ്ങി പോവുക, കല്യാണം പോകുന്ന വഴി അവിടെ വെച്ചോ പെരുമാറ്റങ്ങൾ ഇഷ്ടപ്പെടാതെ വരിക. എന്നിട്ട് ഭർത്താവും ഭാര്യയും 2 വഴി വാതിൽ കൂടെ 2 സമയത്ത് ഇറങ്ങിപ്പോരേണ്ടി വരിക. എന്തൊരു ഗതികേടായിരിക്കും. ശിഷ്യന്മാർക്ക് ആദ്യം ഉണ്ടായ അനുഭവം അതാണ്. എന്നാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴത്തെ ആ വലിയ സംഭവം അവരെ നല്ലവണ്ണം ഇരുത്തി ചിന്തിപ്പിച്ചു. അവർ ആയുസ്സിൽ മറക്കാത്ത ചില പാഠങ്ങൾ അവരെ പഠിപ്പിച്ചു. അങ്ങനെ രാത്രിയിൽ 4 യാമം വരെ വെള്ളത്തിൽ കിടന്ന് ഉപ്പുവെള്ളം കണ്ണിത്തെറിച്ച് ഉറക്കളയേണ്ടി വന്നു. മരണഭീതി ഉണ്ടായി. മരണവും കൊടുങ്കാറ്റുമായി മല്ലുപിടിക്കേണ്ടി വന്നു. കർത്താവിന് ഒറ്റയ്ക്ക് മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കേണ്ടി വന്നു. ഇവരെ കൊല്ലണമെന്നും വെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞ വിശാലമായിട്ട് വാദിക്കേണ്ടി വന്നു. അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടി വന്നു. എന്തെല്ലാം കാര്യങ്ങളാവും 5 അപ്പം കൊണ്ട് 5000 വരെ പൊഴിപ്പിച്ചതായിരുന്നു സംഭവിച്ചത്. അതുമാത്രമല്ല, അവിടെ ഒരു പ്രാർത്ഥനയും കർത്താവിനെ അംഗീകരിക്കാൻ ഒത്തില്ല, പിരിച്ചുവിടുന്ന കാര്യം ഒത്തില്ല.
പിരിച്ചുവിടുന്ന കാര്യം സമ്മതിക്കാനൊക്കെയില്ല. രാജാവാകണമെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കാനൊക്കില്ല. അവർ മഹാനിരാശയിലാണെന്ന് പിരിഞ്ഞത്. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ചെല്ലും. ഭർത്താവ് സമ്മതിക്കുകയില്ല, കർത്താവ് സമ്മതിക്കുകയില്ല, ആരും സമ്മതിക്കുകയില്ല, പിന്നെ നിരാശപ്പെട്ട് നടക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യം ദൈവത്തോടോ ഭർത്താവിനോടോ കർത്താവിനോടോ ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അന്വേഷിച്ചിട്ട് അതങ്ങോട്ട് പറയാവൂ. നമ്മൾ പറയുന്നതൊക്കെ സാധിച്ചു തരുന്നതാണ് സ്നേഹമെന്നൊരു തിരുധാരണയും നമുക്കുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയാണ് ഇത് നടക്കാവൂ എന്ന് പറഞ്ഞ് അച്ചായ നമുക്കൊന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യം പറയാറുണ്ടോ? എനിക്കിങ്ങനെ തോന്നുന്നു, അത് ദൈവേഷ്ടമാണെന്ന് അച്ചായനോട് ഒന്ന് പ്രാർത്ഥിക്കേ, നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതങ്ങനെ തന്നെയാണോ വേണ്ടത്? ഇത് എത്ര മനോഹരമായ കാര്യം! ഇത് ഭാര്യ ഒരു തീരുമാനം എടുക്കുക, പിന്നെ എല്ലാവരുടെ കൂടെ കൂടിക്കോണം, നടപ്പിലാക്കിക്കോണം, ഇല്ലെങ്കിൽ സ്നേഹമില്ല എന്ന് പറഞ്ഞ് മുഖം വിർപ്പിച്ചുകൊണ്ട് നടക്കുക. ഇതാണ് നമ്മുടെ മനോഭാവം. ശിഷ്യന്മാരുടെ സ്റ്റേജ് അതായിരുന്നു ആദ്യം. അവർ തന്നെ എല്ലാത്തിനും നിയന്ത്രണം ഏറ്റെടുക്കുക, എല്ലാവരെയും അങ്ങ് വിധിക്കുക, എല്ലാത്തിനെയും അങ്ങ് വിവേചിക്കുക, തീരുമാനം അവരങ്ങെടുക്കുക, അവർക്ക് എല്ലാത്തിനും ബുദ്ധിയും തോന്നുക, മറ്റുള്ളവരെല്ലാം വലിച്ചിഴക്കുക. ഇതായിരുന്നു 5 കൊണ്ട് 5000 വരെ പോയിട്ട് സംഭവത്തിന് ശിഷ്യന്മാരുടെ സ്വഭാവം. നമ്മൾ ആ സ്വഭാവത്തിൽ നിന്ന് വളർന്നിട്ടുണ്ടോ? എത്രയോ ഞായറാഴ്ചകൾ കടന്നുപോയി, എത്രയോ ബന്ധിക്കോസുകൾ കടന്നുപോയി, എത്രയോ ധ്യാനയോഗങ്ങൾ കടന്നുപോയി. നമ്മുടെ ഇപ്പോഴത്തെ കയ്യിൽ പിന്നീട് തന്നെയാണോ? എല്ലാവരെയും എല്ലാത്തിനെയും നമ്മൾ തന്നെ അങ്ങ് വിധിക്കുക, വിവേചിക്കുക, തീരുമാനമെടുക്കുക, പ്രതിവിധിയും നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് എല്ലാവരെയും വേലക്കാരാക്കുന്ന പരിപാടിയാണോ ഇപ്പോഴും നമ്മുടെ ഈ ശിഷ്യന്മാർ അതിൽ നിന്ന് വളർന്നു എന്ന് കാണിക്കാൻ ഈ സംഭവം ഉതകി. ഏതായാലും ഈ പ്രാവശ്യം ഉപവാസയോഗം 3 ദിവസം നീണ്ടു. ശിഷ്യന്മാർ അനങ്ങിയില്ല. കണ്ടോ? അപ്പം വ്യത്യാസമുണ്ടോ? അവർ മിണ്ടിയില്ല. നടക്കട്ടെ, എത്ര ദിവസം നീങ്ങുമെന്ന് കാണട്ടെന്ന് വിചാരിച്ചു. അവർ കയറിയെന്ന് വിചാരിച്ചു. അവർക്ക് ഒരു വിചാരവും ഒരു ഭാരവുമില്ല. ശരിയാ, എനിക്ക് ശിഷ്യന്മാർക്കും ഈ ബൈബിൾ ക്ലാസ് സംബന്ധിക്കാനെത്തോ, ധ്യാനത്തിൽ സംബന്ധിക്കാനെത്തോ, പ്രാർത്ഥിക്കാനെത്തോ, അവരും പാട്ടുപാടി ധ്യാനിച്ചു. ഈ രോഗസൗഖ്യത്തിലും ശുശ്രൂഷയിലും എല്ലാം നല്ല പങ്കാളിത്തം കിട്ടി. മിണ്ടിയില്ല, അനങ്ങിയില്ല. ആഹാരത്തിന്റെ കാര്യം ആർക്ക് തോന്നിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വയ്യെ വിഷയം എടുത്തിട്ടു. ഈ ജനത്തിൽ എന്നെ മനസ്സലിയുന്നു. ഇതാ ഇവർ 3 ദിവസമായി എന്റെ അടുക്കൽ താമസിക്കുന്നു, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, ഇവരെ പട്ടിണിയായി പറഞ്ഞേക്കും എനിക്ക് മനസ്സിൽ. ഇതെല്ലാം യേശു തന്നെയാ പറഞ്ഞത്. മുമ്പ് അങ്ങനെയാ? മുമ്പെല്ലാം ശിഷ്യന്മാരൊക്കെ പറയുന്നു അവർക്കൊന്നുമില്ല, അവരെ പറഞ്ഞു വിടണം, ഇപ്പൊ വിടണം. ഇങ്ങനെയൊരു കാലം നമുക്കുണ്ട്. അപ്പൊ പ്രാർത്ഥനയിൽ ഈ ആദ്യത്തെ ശിഷ്യന്മാരുടെ അവസ്ഥയും ഈ അവസ്ഥയുമായിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഈ പരുവത്തിലായോ? ദൈവം തമ്പുരാൻ മുൻകൈ എടുക്കുന്നവരെ കർത്താവിലൂടെ ഇരിക്കുക, കർത്താവ് മുൻകൈ എടുക്കുന്നവരെ കർത്താവ് പറയുന്നത് കേൾക്കുക, കർത്താവിന് കൂടെ ഇരിക്കുക, കർത്താവ് ചെയ്യുന്നതിന്റെ കൂടെ കൂടുക, കർത്താവ് ഇങ്ങോട്ട് പറയുന്നതിന് ബാക്കി അങ്ങോട്ട് ചെയ്യുക. എത്ര ഭംഗിയാ കാര്യം! കർത്താവ് മുന്നേ എടുത്തിട്ട് ഭാര്യ അനങ്ങിയാൽ മതി എന്നേ. തലയിരിക്കുമ്പോൾ ആലനങ്ങേണ്ട കാര്യമുണ്ടോ? എന്തൊരു വൃത്തികേടാത്! അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ തലകളെ അപമാനിച്ചുകൊണ്ട് വാലനങ്ങിയതുകൊണ്ടാണ് സംഗതി കുഴഞ്ഞിരിക്കുന്നത്. വാലിന്റെ അനക്കം നിർത്തുപോയെന്ന്. വാലിന്റെ അനക്കം നിർത്തിയിട്ട് തല അനങ്ങുമ്പോൾ വാലനങ്ങിയാൽ മതി. അതൊരു വാലിന് നല്ല സുഖമല്ലേ, എവിടെയെങ്കിലും ചൊണ്ടിരുന്നാൽ പോരെ. ഈ ഒരു വലിയ പാഠം ഇതാ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ അനങ്ങിയില്ല, വാലനക്കിയില്ല, തല അനങ്ങുന്നവർ മരക്കാത്തിരുന്നു. അതുകൊണ്ട് പുരുഷന്മാർക്ക് 3 തലയും സ്ത്രീകൾക്ക് 4 തലയും എന്നുള്ള 1 കൊരിന്ത്യർ 11 ഇവിടെ പ്രയോഗിക്കുക. എത്ര ഭാഗ്യമാണ്! നമ്മുടെ എല്ലാ കാര്യവും സ്വർഗത്തിലെ തലയിലേക്ക് വിടുക. സ്വർഗീയ പിതാവ് മുൻകൈയെടുത്ത് പുത്രനോട് പറയുക, പുത്രൻ മുൻകൈയെടുത്ത് ഭർത്താവിനോട് പറയുക, ഭർത്താവ് മുൻകൈയെടുത്ത് ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യം ചെയ്താൽ വല്ല ഭാരവും ഉണ്ടോ, വല്ല തലവേദനയുണ്ടോ? അങ്ങ് ചെയ്താൽ പോരെ. എത്ര ഭംഗിയാ കാര്യം! അതിനും എന്തെല്ലാം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് പിണങ്ങിയിരിക്കുക ഇപ്പം. അതുകൊണ്ട് അതിന് നിങ്ങൾ ക്ഷമ ചോദിക്കാം. ഇന്നത്തെ ഹോസയ പ്രാർത്ഥന അതിനുവേണ്ടി ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യമാർക്ക് 4 തലകൾ എന്തൊരു ഭാഗ്യമാണ്! സ്വർഗത്തിലെ അപ്പച്ചന്റെ അടുത്തേക്ക് കാര്യമെല്ലാം പെടുക. എല്ലാം മുറം പ്രകാരം നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവും എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായി. കർത്താവിന്റെ നുഖമേറ്റ് പഠിക്കുന്ന ദേവരാജ്യ കോളേജിലെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ വലിയ പ്രൊഫസറുടെ കൂടെ നുഖം വെച്ച് നടക്കുന്ന വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കും. ശിഷ്യന്മാർ ഇതാ ആ പദവിയിലേക്ക് വളർന്നിരിക്കുന്നു. അങ്ങനെ കർത്താവ് മുൻകൈ എടുത്തപ്പോൾ എത്ര ഭംഗിയായിരുന്നു ആ കാര്യം. അങ്ങനെ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുന്നത് കർത്താവ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നത്, ഈ ജനത്തെ ഇവിടെ തൃപ്തിപ്പെടുത്താൻ ഈ വേണ്ട അപ്പം ഈ വിജനപ്രദേശത്ത് എവിടുന്ന് കൊണ്ടുവരുന്നെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എവിടുന്നാ ഞങ്ങൾ അപ്പം കൊണ്ടുവരണമെന്നാണ് ഇപ്രാവശ്യത്തെ ചോദ്യം. മുമ്പത്തെ ചോദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ, പരിപാടി നടപ്പില്ല, പറഞ്ഞു വിട്ടേന്നാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ അതേപടി അവതരിപ്പിച്ച് ചോദ്യമായി അവിടെ നിർത്തിയാൽ മതി. അവരവിടെ യാതൊരു തീരുമാനം എടുക്കുന്നില്ല. പ്രശ്നം അവതരിപ്പിച്ചു, ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കാൻ ഞങ്ങൾ എവിടെ പോകണം, എന്ത് ചെയ്യണം, ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാമെന്നാണ് പറയും. ഈ അവസ്ഥയിൽ ഭാര്യയും മക്കളും കീഴ് ഉദ്യോഗസ്ഥരുമായിത്തിരുന്നാൽ ഓഫീസർമാർക്ക് എത്ര സുഖമായിരിക്കും ഓഫീസ് നടത്താൻ. ഈ അവസ്ഥയിലേക്ക് ഒരു കുടുംബം വളർന്നാൽ ഭർത്താക്കന്മാർക്ക് എത്ര ആശ്വാസമായിരിക്കും.
എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്ന് നോക്കിയേ. ഈ ശിഷ്യന്മാരുടെ പക്വതയും പാകതയും നോക്കിക്കേ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കാര്യം അങ്ങോട്ട് പറഞ്ഞു. അവർ അവനോട് 7 അപ്പവും കുറേ മീനും ഞങ്ങളിലുണ്ട്. അവൻ ജനത്തോട് നിലത്ത് ഭക്ഷണത്തിരിക്കാൻ കൽപ്പിച്ചു. പിന്നീട് ആ 7 അപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കിയിട്ട് ശിഷ്യന്മാർക്ക് നൽകി. ശിഷ്യന്മാർ ജനത്തിന് കൊടുത്തു. അവരെല്ലാവരും ഭക്ഷിച്ചു, തൃപ്തിയായി. ശിഷ്യന്മാരും ഭക്ഷിച്ചു, കർത്താവും ഭക്ഷിച്ചു, വന്നവരും ഭക്ഷിച്ചു. എന്നാ മുമ്പേ 5000 പേർക്ക് ഭക്ഷിക്കാനത്തുള്ളൂ. വിളമ്പിയവർക്കും കഴിക്കാനത്തില്ല, വിളമ്പിച്ചവർക്ക് കഴിയാനത്തില്ല, മുറിച്ചവർക്ക് കഴിക്കാനത്തില്ല. പെട്ടെന്ന് കേസ് വന്നു പോകേണ്ടി വന്നു എന്നാ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായ ഒരു സംഭവം. ഇതിന് ആരാ? ഇവരുടെ പക്വതയും പാകതയുമാണ് അതിന് കാരണം. കർത്താവ് പഴയ തന്നെ, അപ്പവും പഴയ പോലെ അപ്പം. പക്ഷേ ഇവരുടെ പക്വതയും പാകതയും കൊണ്ടാണ് എല്ലാവർക്കും തൃപ്തി കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ജോലിക്കാർക്കും അയൽക്കാർക്കും എല്ലാം തൃപ്തി കിട്ടാത്തതിന്റെ കാര്യം എന്നാ? നമ്മുടെ കയ്യിലിരിപ്പ് മോശമായിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നു മുതൽ കർത്താവെ, എന്റെ അവിവേകം കൊണ്ട്, എന്റെ അക്ഷമ കൊണ്ട്, എന്റെ മുൻവിധി കൊണ്ട് ഞാൻ എന്തും മാത്രം ഭക്ഷണമേശകളും കുടുംബജീവിതങ്ങളും ഏതെല്ലാം പരിപാടികളും അസന്തുഷ്ടമാക്കി. അതിന് വേറെ ആരാണ് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊതിക്കുറും കൊണ്ട് നടക്കുന്നു, ഞാനതെല്ലാം പിൻവലിച്ചിരിക്കുന്നു, ഞാനാണ് ഉത്തരവാദി. എന്റെ കുടുംബത്തെ നരകമാക്കിയത് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ സഭയെയും എന്റെ സമൂഹത്തെയും എന്റെ സ്ഥാപനത്തെയും ഈ പരുവത്തിലാക്കിയത് എനിക്കാണ് ഉത്തരവാദിത്വം എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. എങ്കിൽ ദൈവം തമ്പുരാനുടെ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവെ, ഇങ്ങനെ ഇരിക്കുന്ന കാര്യം ഞാനെന്ത് ചെയ്യണം? നീ എന്നോട് പറ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ് കാര്യം. അപ്പോൾ ശേഷിച്ച നുറുക്കുകൾ 7 കൊട്ടകൾ നിറയെടുത്തു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും കുറെ 4000 പുരുഷന്മാരായിരുന്നു. അനന്തരം യേശു ജനങ്ങളെ പിരിച്ചുവിട്ട് മലയിൽ വഞ്ചിയിൽ കയറി മഗദായുടെ അതിർത്തിയിലേക്ക് പോയി. സന്തോഷമായ പരിപാടി പൂർത്തീകരിച്ചു, ഒന്നിച്ചു, ജീവിത പങ്കാളിൽ ഒന്നിച്ചു പോകുന്നു. അങ്ങനെ ദൈവം നമുക്ക് കൂട്ടുവേലക്കാരായി തന്നിരിക്കുന്നതോടൊപ്പം വേറെ തികച്ച് സന്തോഷമായ യാത്ര തുടരാൻ, ജീവിതയാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. ഇതിൽ തെറ്റുപറ്റിയിരിക്കുന്നവർക്ക് നിക്ഷമ ചോദിക്കുകയും ചെയ്യാം. ആദ്യങ്ങൾ നമ്മുടെ മേഘത്തിന്റെ കണ്ണീമനോ ഒന്നേക്കുണ്ടായിക്കട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ച നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഒരു ചെക്കപ്പ് നടത്തുന്ന ദിവസമാണ്. ഗർഭിണികളായിരിക്കുന്നവർ കൂടെ ചെക്കപ്പ് നടത്തി കുഞ്ഞിന്റെ വളർച്ച എങ്ങനെ ഇരിക്കുന്നു, ഡ്യൂ ഡേറ്റ് എന്നാണ്, അതിനു മുമ്പേ കുഞ്ഞിന് അംഗവൈകല്യം വല്ലതും ഉണ്ടോ, കുഞ്ഞിന് ചങ്കിടിപ്പ് അങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെയും ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് നോക്കിക്കുന്ന പതിവ് അമ്മമാർക്കുണ്ട്. ഇതുപോലെ നമ്മൾ സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഈ ലോകം ഒരു ഗർഭമാണ്. ഈ ഗർഭത്തിൽ നമ്മളെ വഹിക്കുന്ന സഭയാകുന്ന അമ്മയാണ്. ആ സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ നിലവാരം എത്രയായെന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി അതിന്റെ റിപ്പോർട്ട് സ്വന്തത്തിലെ അപ്പച്ചന് കാണണമെന്ന് വലിയ കൊതിയാണ്. കുഞ്ഞിന്റെ നിലവാരത്തെക്കുറിച്ച് അറിയാൻ ഏറ്റവും വലിയ ആകാംക്ഷയുള്ള അപ്പന്മാർക്കാണ്. അപ്പന്മാർ ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചന് തന്റെ മകന്റെ മണവാട്ടിയായതിന്റെ ഈ മണവാട്ടി എത്രത്തോളം വളർന്നു, ഗർഭത്തിൽ കിടക്കുക വെച്ച് വളർന്നു വന്നിട്ട് വേണം കല്യാണം നടത്താൻ. അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നുമാത്രം വളരണം, വളർച്ചയുടെ ഘടകങ്ങൾ ഏതെല്ലാമാണ്, അതിന്റെ പടവുകൾ ഏതെല്ലാമാണ്, നമ്മൾ എത്രത്തോളമായെന്ന് അറിയുവാൻ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള നമ്മുടെ വിവേചന വാരം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇന്ന് നമ്മൾ ആരെ ഓർക്കുന്നു? ആ പരിശുദ്ധനെ പോലെ യേശുവിനെ ഉപദ്രവിച്ചൊരു കാലമുണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ യേശുവിന് വെളിയിലും യേശുവിന്റെ ശത്രുവുമായിരുന്നൊരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞോ എന്ന് ആദ്യം പരിശോധിക്കുക. സെയിന്റ് പ്രോക്കോപ്പിയോസ് ശൗലിനെ പോലെ യേശുവിന്റെ ശത്രുവായിരുന്നൊരു കാലമുണ്ട്. നമ്മളും യേശുവിന്റെ ശത്രുവായിരുന്നൊരു കാലമുണ്ട്. ആ ശത്രുവായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രാണൻ പാതാളത്തിലും നമ്മൾ സഭയ്ക്ക് വെളിയിലുമായിരിക്കും. എന്നാൽ നമുക്ക് യേശുവിന്റെ ഉള്ളിലായി, യേശുവിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് നമ്മുടെ വളർച്ച പൂർത്തിയാക്കുന്നത്. ആ യേശു ആകുന്ന ആ സഭയുടെ തലവന്റെ ഉടലാണ് ശരീരം. അപ്പൊ യേശുവിന്റെ തലയും സഭയാകുന്ന ശരീരം ചേരുമ്പോഴാണ് യേശുവിന്റെ ശരീരം പൂർണ്ണമാകുന്നത്. ആ യേശു ആകുന്ന ആ സഭ, യേശുവിന്റെ ഉടലാകുന്ന ശരീരമാകുന്ന ആ സഭയുടെ ഉള്ളിൽ പുതുതായി ജനിച്ചു വരുന്ന എല്ലാവരുടെയും പ്രാണക്കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ ഈ പെന്തിക്കോസ്തിക്ക് ശേഷം അകത്താണോ പുറത്താണോ എന്ന് ആദ്യം പരിശോധിക്കുക. അകത്താണെങ്കിൽ എന്തുമാത്രം വളർച്ചയായി, ആ വളർച്ച എങ്ങനെ കാലപൂർണ്ണതയിൽ മാസം തികയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും? ഈ ലോകത്തിലെ നിന്നുള്ള മരണമോ ഈ ലോകത്തിൽ നിന്നുള്ളതായ നമ്മുടെ കടന്നുപോക്കലോ ആത്മലോകത്തിലേക്കുള്ള പ്രസവം പോലെയുമാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ശരീരത്തിൽ നിന്ന് വേർപെടുകയോ ശരീരം തേജസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന സമയം ആണ് ഈ ലോകത്തിലെ ഗർഭലോകത്തിൽ നിന്നും
യഥാർത്ഥ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പറക്കുന്നത്. അതുവരെയും ഗർഭലോകത്തിലെ വളർച്ച പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആത്മീയ വളർച്ച. ഈ പശ്ചാത്തലത്തിൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് താൻ യേശുവിന് ശത്രുവായിരുന്ന അവസ്ഥയിൽ നിന്ന് ദിവ്യദർശനമുണ്ടായി വചനം വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിൽ നിറഞ്ഞ് അറേബ്യയിൽ താമസം ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ സഭയാകുന്ന അമ്മയുടെ ഉള്ളിലായി. സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പരിധി വരെ വളർന്നു കഴിഞ്ഞപ്പോൾ അനേകരെ വളർത്തുന്ന ഒരു ആത്മീയ പിതാവായി താൻ വളരുകയും ചെയ്തു. അങ്ങനെ പൗലൂസിനെ ആ ദേഹിയുടെ മണ്ഡലം വളർന്നതിന് ശേഷം ഈ ഗർഭത്തിൽ വെച്ച് തന്നെ അനേകരെ വീണ്ടും ജനിപ്പിച്ച് ഈ അമ്മയുടെ ഉള്ളിലാക്കുന്ന വലിയ വേലയും കൂടെ കിട്ടി. ഈ രണ്ട് സത്യങ്ങൾ ഓർക്കുവാൻ പറ്റിയ രണ്ട് വേദഭാഗങ്ങളുണ്ട്. എഫേസ്യ ലേഖനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ ഈ പരാമർശങ്ങളുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ടെങ്കിലും ഞാനാണ് അപ്പനെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആത്മലോകത്തിൽ നമ്മളെ ജനിപ്പിച്ച് സഭയാകുന്ന അമ്മയുടെ ഉള്ളിലാക്കാൻ അപ്പന്മാർ വേണം, ആത്മീയ പിതാക്കന്മാർ വേണം. അതാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഒരാളാകണമെന്നില്ല. നമുക്ക് തോമാസിയായിലൂടെ ഈ വലിയ പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അന്ന് തോമാസിയ തന്റെ കീഴിലുള്ള മറ്റനേകരെ കൊച്ചു കൊച്ചു അപ്പന്മാരാക്കും. അങ്ങനെ വല്യപ്പനായ തോമാസിയായുടെ കൊച്ചു അപ്പന്മാരായി പലരും ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തോമാസിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അപ്പൻ. ആ തോമാസിയായി ജനിച്ചിട്ട് സഭയാകുന്ന നമ്മുടെ ഉള്ളിലായവരുണ്ട്. തോമാസിയായിക്ക് ശേഷമുള്ള പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും സുവിശേഷകർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ആ പൗലോസിന് പണി ചെയ്യാനുള്ള വിളിയുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടോ? പൗലോസ് കൊരിന്ത്യർ സഭക്കാർ പറയുന്ന കാര്യത്തിൽ താനാണ് അവരുടെ ആത്മീയ പിതാവ് എന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ പിതാവ് ആരാണെന്ന് അറിയുന്നത് എപ്പോഴാണ്? നമ്മളെ മക്കളെന്ന് വിളിക്കുന്നവരാ. ഒരു കുഞ്ഞ് തന്റെ അപ്പനാരാ അമ്മയാരാന്ന് എങ്ങനെ അറിയുന്നത്? എന്നും കേൾക്കുക, മോനെ മോളെ മോനെ മോളെ എന്ന് വിളിക്കുന്ന കേട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അയ്യോ ഇതാ എന്റെ അപ്പനും അമ്മ ഇതാണല്ലോ എന്ന് വിചാരിക്കുന്ന പോലെ നമ്മളെ താലോലിച്ച് വളർത്താൻ വേണ്ടി ദൈവം ചില ആത്മീയ പിതാക്കന്മാരെ കരുതിയിട്ടുണ്ട്. അത് ആരാധനയിലാണ് വെളിപ്പെടുന്നത്. ആരാധനയിലും ധ്യാനത്തിലും അത് വെളിപ്പെടും. നമ്മുടെ ആത്മീയ പിതാവ് ആരാണ്, നമ്മളെ ആരാണ് ജനിപ്പിച്ചത്, നമ്മളെ ആരാണ് ഈ സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ അപ്പനിലൂടെയും അമ്മയിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ എന്നുള്ള കാര്യം എഴുതിയിരിക്കുന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനങ്ങളെ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 15 മുതലായ ഭാഗത്തിൽ 1 കൊരിന്ത്യർ 4:15 നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ സുവിശേഷത്തിലൂടെ നിങ്ങളെ ജനിപ്പിച്ചത്. ആകയാൽ എന്നെ അംഗീകരിക്കുന്നോ ആകുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അപ്പനെ മാത്രമേ മക്കൾക്ക് അംഗീകരിക്കാനൊക്കുള്ളൂ. പൗലോസിയ പറയുക കൊരിന്ത്യർ സഭകളോട്, മക്കളെ ഞാനാ നിന്റെ അപ്പൻ, നിങ്ങളുടെ അപ്പൻ ഞാനാ, ഞാൻ പറയുന്ന പോലെ ചെയ്തോണം, എന്നെ അനുകരിച്ചോണമെന്ന് പറയാനുള്ള ധൈര്യം. ഇതുപോലെ നമ്മൾ അനുകരിക്കേണ്ട ആത്മീയ പിതാവ് ആരാണ് നിങ്ങൾ ഓരോരുത്തർ അറിഞ്ഞുകൊള്ളണം. അവരിലൂടെയാണ് അനുഗ്രഹം ഒഴിയുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇനി അതിന് ശേഷം വളർച്ച എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ സഭയാകുന്ന അമ്മയുടെ ഉള്ളിലായി തീരാൻ ഒരു അപ്പൻ വേണം. ആ അപ്പൻ ആരാണെന്ന് പറഞ്ഞ് ആ അപ്പനോടുള്ള ബന്ധത്തിൽ നിരന്തരമായി അനുസരണത്തിൽ കഴിയുമ്പോഴാണ് വളർച്ച പൂർത്തിയാകുന്നത് കാര്യം അറിയിക്കുന്നു. ഇനി എഫേസ്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് എഫേസ്യ സഭക്കാരോട് പറയുകയാണ്, നമ്മൾ സഭയാകുന്ന അമ്മയുടെ ഈ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർച്ച പൂർത്തിയാകാൻ എന്തെല്ലാം വേണം, ആരെല്ലാം വേണം എന്ന കാര്യം പറയുന്നു. എഫേസ്യർ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതൊരു പ്രാർത്ഥനയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 16 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ എല്ലാ വിശുദ്ധന്മാരോടും ഒപ്പം തന്റെ മക്കൾ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അപ്പൊ പ്രാർത്ഥനയും ധ്യാനവും ജാഗരണവും ധ്യാനവും ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ സഹായകരമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് ലഭിക്കുന്നത് അവനിൽ നിന്നാകുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ സർവ്വപൂർണതയിലും നിങ്ങൾ നിറയപ്പെടുവാൻ തന്നെ. അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിലും നമ്മൾ നിറഞ്ഞ് തലയായ ക്രിസ്തുവിനോളം മറന്നെങ്കിലേ കല്യാണം നടക്കുകയുള്ളൂ. മഹാവൃത്തിയുടെ ആയിരിക്കും കല്യാണം.
ഏതാ മണവാളൻ 6 അടിയും മണവാട്ടിക്ക് 2 അടിയും ഉള്ളെങ്കിൽ വല്ല പൊരുത്തമുണ്ടോ? ഒരു മഹാവൃത്തികേടായിരിക്കും. അപ്പം മണവാളനോളം നമ്മളെ വളർത്തിയിട്ടേ കല്യാണം നടത്തുള്ളൂ. അങ്ങനെ ആ സ്വർഗത്തിലെ അപ്പച്ചൻ നോക്കിയിരിക്കുക തന്റെ മകനെ പോലെ പൊരുത്തമുള്ള ഒരു മണവാട്ടിയായ സഭയെ വളർത്തിയെടുക്കാൻ. അതിന് അനേക പിതാക്കന്മാരിലൂടെ നമ്മളെ ഈ സഭയുടെ ഉള്ളിലാക്കി തീർക്കും. അപ്പോൾ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ സഭയുടെ ഉള്ളിലാക്കി തീർക്കാൻ അനേക പിതാക്കന്മാരെ ആക്കി വെച്ചിരിക്കുന്നു. ആ പിതാക്കന്മാരെ നമ്മളെ ഉള്ളിലാക്കി തരും. പിന്നെ വളരേണ്ട എല്ലാവരും കൂടെ ഒന്നിച്ചാ. അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പിതാവിലൂടെ നമ്മൾ വീണ്ടും ജനിച്ചു, ആ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ യേശുവിന്റെ ഉള്ളിലായി അല്ലെങ്കിൽ സഭയുടെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ വളരേണ്ടത് യേശുവിനോളം വളരുക എന്നുള്ളതാണ്. യേശുവിനോടും വളരാൻ ആരെല്ലാം എന്തെല്ലാം വേണം? പ്രാർത്ഥിക്കാൻ ആൾ വേണം. പൗലോസിയാണ് എഫേസ്യ സഭയുടെയും കൊരിന്ത സഭയുടെയും അപ്പന്റെ പണിയാ വളർത്തുക എന്നുള്ളത്. അപ്പൊ അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൻ മാറി എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആഹാരം കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അല്ല വലിയ ചെയ്യാനും പോകും. കുഞ്ഞിനെ വളരുന്നുണ്ടോ നോക്കി എല്ലാ ചുറ്റുപാടും നിർമ്മിച്ച് പറയുന്നെന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലെ ഈ ആത്മീയ പിതാവായിരിക്കുന്ന ഈ പൗലോസ് എഫേസ്യ സഭയെയും കൊരിന്ത സഭയെയും എല്ലാം ഉള്ളിലാക്കി വെച്ചിട്ട് അവർ വളരാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തെല്ലാം കാര്യം വേണം? അതിന് എല്ലാ വിശുദ്ധന്മാരോട് ആരാധിക്കണമെന്നാണ് പറയുന്നത്. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, നിങ്ങൾ സ്നേഹത്തിൽ ഉയരുമെന്ന് അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കേണ്ടതിന് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിൽ നിങ്ങൾ നിറയപ്പെടുവാനായിട്ടാണ് പിന്നത്തെ പ്രാർത്ഥനകളും പ്രവർത്തിക്കും. നിങ്ങളങ്ങനെ നിറഞ്ഞോ? പെന്തിക്കോസ്തിക്ക് ശേഷം ആറാം ഞായറാഴ്ച നമ്മൾ പരിശോധിക്കുകയാണ്. ചെക്കപ്പ് നടത്തുമ്പോൾ സ്കാനിങ് റിസൾട്ട് എന്തായിരിക്കും? കൊച്ചിന്റെ വളർച്ച എങ്ങനെ ഇരിക്കുന്നു? എന്താ ആ വളർച്ചയുടെ പടം സ്കാനിങ് ഫിലിമിനകത്ത് കാണാം. ഈ കൊച്ച് എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു, ചങ്കിടിപ്പ് എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ വളർച്ച എന്നും മാത്രമുണ്ട്, അവയവങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെക്കപ്പ് റിസൾട്ട് എങ്ങനെ ഇരിക്കും? ഇത്രയും നാളത്തെ വളർന്നിട്ട് കുഞ്ഞ് കുരഞ്ഞിരിക്കുകയാണോ? കൈകാലത്ത് വളഞ്ഞു കോടിയൊക്കെ ഒരു വികലാംഗങ്ങളുടെ ലക്ഷണമില്ലം കാണിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് തന്നെ എല്ലാ ബുദ്ധിമാന്യവും വികലതയും എല്ലാം മാറി നല്ല പൂർണ്ണതയുള്ള ആരോഗ്യ സമ്പൂർണതയിൽ ചെന്നെങ്കിലേ കർത്താവിന് കല്യാണം നടത്താനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ സഭയാകുന്ന ആ മാതാവിന്റെ ഉള്ളിൽ വളർന്ന് പൂർണ്ണതയിലെത്തുന്ന ഏതെല്ലാം ഘട്ടമുണ്ട്. ഇവിടെയാണ് സ്വയപരിശോധന സഹായി നിങ്ങളെ സഹായിക്കുന്നത്. സ്വയപരിശോധന സഹായിയിൽ 1-2 കാര്യങ്ങൾ 100 ആയാൽ 7 മാസം തികഞ്ഞൊരു കുഞ്ഞിന്റെ പരിവേ ആവുള്ളൂ കേട്ടോ. ഏതാ ഒരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് 7 മാസമാകുമ്പോൾ അവയവങ്ങളെല്ലാം റെഡിയാ, എല്ലാ അവയവങ്ങളും കാണാം. പക്ഷേ അത് ആ പരുവത്തിച്ചോട്ട് വന്നാൽ ജീവിക്കാനൊക്കെയില്ല. അഥവാ വന്നു പോയ പിന്നെ ഇൻക്യുബേറ്ററിനകത്ത് വെക്കേണ്ടി വരും. അങ്ങനെ ഏതായാലും എല്ലാ അവയവങ്ങളും ഒത്തുകിട്ടിയാൽ ഇനി എന്തെങ്കിലും കാരണത്താൽ അമ്മയുടെ ആരോഗ്യക്കുറവുണ്ട് ഈ കുഞ്ഞിനെ 7-ാം മാസത്തിൽ അങ്ങ് പ്രസംഗിച്ചു പോയാൽ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്ത് വെച്ചിട്ട് ചൂടാക്കിയൊക്കെ എന്നാൽ ഞാനൊരു ഒഴുകി ഈ സാധനം അത് വളർത്തി എടുക്കണം. ഇച്ചിരി വിഷമമാണ്, രക്ഷപ്പെട്ടെങ്കിൽ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വയപരിശോധന സഹായിയിൽ 1 പ്രാണൻ മുഴുവൻ യേശുവിലായോ, 2 നിങ്ങളുടെ ജീവശ്വാസം 100% കിട്ടിയോ? ഈ 2 ചോദ്യങ്ങൾ 100% ആയാൽ കൊച്ചിന് 7 മാസം പ്രായമായെന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഗർഭത്തിൽ 7 മാസമായി കിട്ടി. ഇനി ഒത്തിരി അപകടങ്ങളുണ്ട് കേട്ടോ. ഈ കൊച്ച് 2 മാസം കൂടെ വളർന്നെങ്കിൽ മാസം തികഞ്ഞെന്ന് പറയാനിരിക്കുള്ളൂ. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 മിനിറ്റ് എന്നൊക്കെ ചില കണക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാല് ഈ കുഞ്ഞിഞ്ഞോട് വീണാ പിന്നെ അത് പാല് കുടിച്ച് വളരാനൊക്കൂ. അപ്പോൾ ഈ ഗർഭരോഗത്തിൽ ഈ സ്വയപരിശോധന സഹായിയിൽ 1-2 100 ആയവർ കഷ്ടിച്ച് 7 മാസം വളർന്നു കിട്ടിയെന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. ഇനി ബാക്കി എല്ലാ കാര്യം നോർമലായാലേ ഇതിനെല്ലാം അവയവം പൂർണ്ണ വളർച്ചയിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വേഗത്തിൽ ചെക്കപ്പ് നടത്തണം. നിങ്ങൾ സ്വയപരിശോധന സഹായി വായിച്ചു നോക്കിയപ്പോൾ 152 എണ്ണം ഉണ്ട്. ഇപ്പോൾ 80 100-152 കാര്യത്തിന്റെ സ്കാനിങ് ഇവിടെ ഉണ്ട്. അതെല്ലാം നോർമലായാൽ കുഞ്ഞ് സുഖമായിട്ട് പ്രസവിക്കും. എങ്കിലേ കൊച്ചിന് ആത്മലോകത്തിലേക്ക് ചെന്ന് തലയായി കൊച്ചിനോളം വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ 152 കൂട്ടം കാര്യങ്ങൾ നോർമലായാൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിനോട് അനേകരെ വളർത്തുന്ന അമ്മയുടെയും അപ്പന്റെയും പണി കിട്ടും. അനേകരെ വളർത്തുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റായിട്ടും ആശുപത്രികളായിട്ടും അറകളായും ഒക്കെ നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് പൂർണ്ണതയിലെത്താമെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണതയിലെത്താമെങ്കിൽ നമുക്ക് അനേകരെ വളർത്തിയെടുക്കുന്ന ജോലിയൂടെ കിട്ടും.
അങ്ങനെയാണ് വിശുദ്ധന്മാർ ശുദ്ധിമതികളും ഈ ഭൂമിയിൽ വെച്ച് തന്നെ പൂർണ്ണതയിലെത്തിയതിനു ശേഷം അവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പാതാളത്തിലും ഭൂമിയിലും പർദീസായാലും സ്വർഗത്തിലും ഒക്കെ പോയി വേല ചെയ്ത് വേല തികച്ച് കർത്താവിന്റെ കല്യാണത്തിന് മണവാട്ടി പോയി ഒരുക്കുന്ന വേലയിലും പങ്കാളിത്തം കിട്ടും. അപ്പൊ എന്തുമാത്രം പണി നടക്കാൻ കിടക്കുന്നു. എത്രയും വേഗം സ്വയപരിശോധനാ സഹായിലെ എല്ലാ കാര്യങ്ങളും നോർമലാക്കുക. അപ്പോൾ നമ്മൾ കർത്താവിന്റെ കൂട്ടുകാരക്കാരാകും. അതിനു മുമ്പേ ഒരു സുഖപ്രസവമെങ്കിലും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഏതാ ഈ 7 മാസത്തെ ഞാഞ്ഞൂല് 9 മാസത്തെ പ്രായമായാൽ ഒരു കുഞ്ഞായിട്ടെങ്കിലും ആത്മലോകത്തിലേക്ക് എന്നാൽ ആ കുഞ്ഞിനെ പിന്നെ പാല് കൊടുത്ത് വളർത്താം. ആർക്കെങ്കിലും കൊടുക്കാൻ പാല്. നീ അമ്മയില്ലേലും പശുവിന്റെ പാല് കൊടുത്തെങ്കിലും വേണേൽ വളർത്താം, ഇല്ലേ? അല്ലെ പാൽപ്പൊടി കലക്കി കൊടുത്തെങ്കിലും വളർത്താം. പക്ഷെ ആ പരുവത്തിലൊന്നും കിട്ടണ്ടേ. അതുകൊണ്ട് ഈ 1-2 കാര്യം 100 ആയവർ ഇനി ശ്രദ്ധിക്കേണ്ടത്, കർത്താവെ എന്റെ വളർച്ച പൂർത്തിയാകുവാൻ എന്റെ ശക്തി വലിച്ചെടുക്കുന്നു, എന്റെ വളർച്ചയ്ക്ക് തടസ്സം വരുത്തുന്നതുമായ അനേക കാര്യങ്ങൾ ആത്മലോകത്ത് കിടക്കുന്നു. അത് ഓരോന്നും താങ്ങികളും മുടക്കികളുമായി അനേക കാര്യങ്ങൾ കിടക്കുകയാണ്. അങ്ങനെ പിശാചിനെ താങ്ങുന്നവരും ദൈവത്തെ താങ്ങുന്നവരുമായ അനേക ജീവികളും അനേക പ്രവണതകളും ഈ ലോകത്തിലുണ്ട്. ഇതെല്ലാം വചനം രാവും പോലും ധ്യാനിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണതയിലെത്താൻ കഴിയൂ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത് നമ്മൾ വായിച്ചതായ വേദഭാവത്തിൽ നിന്ന് 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച സംഭവവും 7 അപ്പം കൊണ്ട് 4000 വരെ പോഷിപ്പിച്ച സംഭവം വിലയിരുത്തി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ശിഷ്യന്മാർ വളരെയധികം വളർന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ ശിഷ്യന്മാർ പാഠങ്ങൾ പഠിച്ചു. കർത്താവിന്റെ അവരുടെ പഠിപ്പിക്കൽ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ രീതികൾ പറഞ്ഞു നോക്കും, മനസ്സിലാകുന്നില്ല പിന്നെ ശോധനകളുടെ മധ്യത്തിലേക്ക് തള്ളി എന്ന് വിടുക. പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ വെള്ളം പിടിച്ചേച്ച് വരാൻ പറയും. ഏതാ അങ്ങനെയാ കർത്താവിന്റെ പരിപാടി. അങ്ങനെ കൂടെ ഇരുന്ന് പഠിക്കാവുന്ന നല്ലത്. ശരിക്കും പഠിച്ചില്ലേ പിന്നെ കടലിലോട്ടൊക്കെ തള്ളിയെന്ന് വിടും. രോഗത്തിലേക്കും മഹാപീഡനങ്ങളിലേക്കും വലിയ ശോധനകളിലേക്കും മറ്റു പലരുടെ പല ദണ്ഡന പീഡനങ്ങളിലേക്കും ഒക്കെ അഴിച്ചങ്ങ് വിടുക, ഉപയോഗിച്ച് വരാൻ പറയും. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ എന്നും കർത്താവിന്റെ വാഴ്ചത്തിരുന്ന് പറഞ്ഞെല്ലാം ശരിക്കും പഠിച്ചോ, ശരിക്കും അനുസരിച്ചോ, ശരിക്കും കൂടെ ഇരുന്നോ. അപ്പൊ നമുക്ക് വളരെ വേഗം വളർച്ച പൂർത്തിയായി മറ്റുള്ള കർത്താവിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദിപ്പാൻ കഴിയുന്നതായി ഓർപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചു. ഇങ്ങനെ അവരെ 7 അപ്പം കൊണ്ട് 4000 വരെ പോഷിപ്പിക്കുന്ന സംഭവത്തിൽ അവരെന്തെല്ലാം കാര്യങ്ങൾ വളർന്നു എന്ന് നമ്മൾ മുമ്പേ പഠിച്ചു. ഇനി ഈ അത്ഭുതത്തിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ കർത്താവിനെ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കാൻ ഒത്തുള്ളൂ. 1000 പേരെ കുറഞ്ഞുപോയി. അപ്പം കൂടിയെങ്കിലും ആള് കുറഞ്ഞുപോയി. ഈ മിച്ചം വന്നതും 7 വട്ടിയേ ഉള്ളൂ. ഏതാ തൊട്ട വട്ടിയായിട്ട് മാറി. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ അതിന്റെ കാര്യം എന്താ? അതിന് ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിന് വേറൊരു പാഠം പഠിക്കാനുണ്ട്. അപ്പൊ കുറെ ശിഷ്യന്മാർ വളർന്നു. 12 പേരും വിളമ്പാനുണ്ടോ എന്ന് സംശയമാണ് ഇവിടെ. ആദ്യത്തെ സംഭവത്തിൽ 12 പേര് വിളമ്പാനുണ്ടായിരുന്നു. പക്ഷെ ഈ സംഭവത്തിൽ 12 പേര് കാണുമെന്ന് വളരെ സംശയമാണ്. എത്ര പേര് വിളമ്പാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും 7 കൊട്ടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 7 പേരെ കാണുമായിരുന്നുള്ളൂ എന്ന് സംശയിക്കാം. ഒരാൾക്ക് ഒരു കൊട്ട വെച്ചാൽ മിച്ചം. കഴിഞ്ഞ പ്രാവശ്യം 12 പേരും വിളമ്പി 12 പേർക്ക് ഓരോ കൊട്ട മിച്ചം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൊട്ട 7 അല്ലേ വട്ടി 7 ഉള്ളൂ മിച്ചം. അപ്പൊ അതിന്റെ അർത്ഥം വിളമ്പുകാരെ 7 കാണാൻ സാധ്യതയുള്ളൂ. അതിന് കാരണമുണ്ട്. അത് ഊഹിച്ചാൽ നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം കർത്താവിന്റെ പ്രസംഗവും പ്രവൃത്തികളും ഈ 12 പേരെ ശരിക്ക് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. പലർക്കും ഇടർച്ചയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇടർച്ചയെന്നുള്ള വിഷയം ഇതിന്റെ ശേഷമാണ് നാം പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അന്നത്തെ കർത്താവിന്റെ പ്രതികരണങ്ങളിൽ 12 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ 12 പേരും വിശ്വസിച്ചു. 12 പേര് കർത്താവിനെതിരെ പലതും പറഞ്ഞു. അങ്ങനെ ഇയാളോട് പോയാൽ ഇനി എങ്ങനെ കാര്യം നടക്കും? നമ്മൾ വിചാരിക്കുന്നതിലൊന്നും ആളിനെ കിട്ടുകയില്ല, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുകയില്ല. നമ്മൾ രാജാവാകുമെന്ന് വിചാരിച്ചാൽ മതി. ഇയാൾ രാജാവാകുന്ന മട്ടൊന്നും കാണുന്നില്ല. ഇട്ടേറ്റ പോക്കാണ്. നമ്മളെ കരുതുമെന്ന് നമുക്ക് സംശയമാണ്. ഈ വരുന്നവരോടൊക്കെ ആ സ്നേഹം, നമ്മളോട് വലിയ സ്നേഹമൊന്നുമില്ല. ആദ്യം കാണുമ്പോഴത്തെ സ്നേഹമൊക്കെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞാൽ നമ്മളെ തിരിയേണ്ട ആരെങ്കിലും തള്ളും. നമുക്ക് നമ്മൾ ഇതിനെ അടിമകളെ പോലെ വേല ചെയ്തോണം. അപ്പൊ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നതൊക്കെ പറയും. വരുന്നവരെ കയറി മടി വെക്കും. ഇത് അയാളുടെ പരിപാടി. ഇയാളോട് കൂടിയാൽ കൊള്ളുമോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ പലർക്കും പിറുപിറുപ്പായി ഇവന്റെ കൂടെ കൂടിയാൽ പ്രതീക്ഷിക്കുന്ന വലിയ ഗുണമൊന്നുമില്ല. ഇതിനെ അലയാവുന്നൊക്കെ ഉള്ളൂ. ഇവൻ ഇങ്ങനെ വരുന്നവരെല്ലാം കയറ്റി മടി വെക്കും. വരുന്ന പിള്ളേരെ എല്ലാം എടുത്ത് ഉമ്മ വെക്കും. അതിനെല്ലാം അനുഗ്രഹിക്കും. അവരോട് വർത്താനം പറയും. രാവിലെ തൊട്ട് വൈകുന്നവരെ കൗൺസിലിംഗ്, ധ്യാനം. കൂടെ നിൽക്കുന്നവരെ കഴിച്ചോ ജീവിച്ചോ എന്ത് പോയിന്നോ പോലും ആരും ഇയാൾക്കില്ല. നേരില്ലേ കണ്ടാൽ അങ്ങനത്തെ ആ ചിന്തയിൽ ഓരോരുത്തർ പൊഴിയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവിന്റെ ശിഷ്യന്മാർ പലരും തന്നെ വിട്ടുപോയി എന്ന് യോഹന്നാനെ എഴുതിയിട്ടുള്ളൂ. ആരും എഴുതിയിട്ടില്ല. മറ്റേ പൊഴിഞ്ഞു പോയവർക്ക് അത് എഴുതാനും പോകും.
അപ്പൊ യോഹന്നാനാണ് യേശുവിനോട് ചേർന്ന് നിന്നയാള്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ആ കാര്യമുള്ളൂ. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ അനേകർ ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോകുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60 മുതലായി. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമായ ഉപദേശമാണ്, ഇത് സ്വീകരിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെക്കുറിച്ച് വിറുവിറുക്കുന്നു എന്ന് യേശു സ്വയം മനസ്സിലാക്കി അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാർ വിറുവിറുക്കുന്നൊക്കെ അറിയുന്നുണ്ടോ? ആ വിറുവിറുപ്പൊക്കെ കേട്ടുകൊണ്ട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ മുമ്പ് ആയിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിലോ? ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങൾ ചില ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും വിശ്വസിക്കാത്തവനല്ല, വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വിശ്വസിക്കാത്തവർ ആരെന്നും ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്നും യേശു അറിഞ്ഞിരുന്നു. അപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന യൂദാ വിശ്വസിച്ചില്ല. തോമാ സംശയക്കാരനാണ്. പത്രോസും ഒപ്പം വട്ടം ചവിട്ടി നിൽക്കുകയായിരുന്നു. കാര്യന്റെ പ്ലാനൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല. അപ്പൊ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി. ഇത് യോഹന്നാൻ മാത്രമേ ഇത് എഴുതിയിട്ടുള്ളൂ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം യേശുവിന്റെ പ്രതികരണങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെ ഉദ്ദേശിച്ച പോലെ അവരെ താലോലിച്ചില്ല, അവരെ ഓമനിച്ചില്ല, അവരെ തഴഞ്ഞുകൊണ്ടാണ് വിചാരം. വരുന്നവരോട് സ്നേഹമുള്ളൂ. പുതുതായിട്ട് വരുന്നവരെ താലോലിക്കും, പഴയ ആളുകളെ തഴയും. അങ്ങനെയാണ് ഇവന്റെ കൂടെ അധികം നാളെ നടന്ന വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ പലരും പൊഴിയാൻ തുടങ്ങി എന്നാ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കുശുശിപ്പ് നടന്നു. ധ്യാനമന്ദിരത്തിലും അത് തന്നെയാ. ആദ്യം വരുന്നവർ പുറന്തള്ളപ്പെടും. പുതുതായിട്ട് വരുന്നവരുടെ കാര്യം കേൾക്കും. അവർക്കും തോന്നാം അങ്ങനെ പ്രശ്നം ഉണ്ടായത്. ആദ്യം അടുത്ത് നിന്നവരെയോട് ഇപ്പം കരുണയില്ല, സ്നേഹമില്ല, അവരെ തഴഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പുതിയ ആളുകളെ താലോലിച്ചുകൊണ്ട് നടക്കാമെന്നുള്ള അതേ പരിഭവം വരാതെ ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന കാര്യം ആർക്ക് മനസ്സിലാവും? മൂത്ത കൊച്ചിന് 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെയും പാൽ കുടിപ്പിക്കാൻ പോകും. 2ാമത്തെ കഴിഞ്ഞ് വരികയില്ല, അതിനെ പാൽ കുടിപ്പിക്കണ്ട്, അതിനെ മടിക്കേണ്ടി വെക്കണ്ട്. അപ്പൊ 3ാമത്തെ കഴിഞ്ഞ് വരും. അപ്പൊ 1നെയും 2നെയും അങ്ങോട്ട് മാറ്റും. അപ്പൊ അവർ തമ്മിൽ പിണങ്ങേണ്ട കാര്യമുണ്ടോ? ഇതിങ്ങനെ കുടുംബം ചെയ്തെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാ കുടുംബത്തിലും എല്ലാ സ്ഥാപനത്തിലും കർത്താവിനുണ്ടാക്കി നമുക്കുണ്ടാവും. ഇതിനെ വിവേചിച്ചറിയാൻ ആത്മനിറവ് വേണം. അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറ്റുമെന്ന് മനസ്സിലാക്കുന്നവനെ ഇത് സഹിക്കാനും വഹിക്കാനും ഒക്കൂ. ഇങ്ങനെ പിറുപിറുക്കുകയും കൊതിക്കറ് പറയുകയും ചെയ്യുന്ന അനുഭവം വീട്ടിലും നാട്ടിലും പള്ളിയിലും ഒക്കെ കാണും. പക്ഷെ ആത്മനിറവുള്ളവർക്ക് ഇതിനെ വിവേചിക്കാനും നിലനിൽക്കാൻ കഴിയുന്ന പറയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോയതിനു ശേഷം യേശുവിനത് മനസ്സിലായി. അവസാനം അവരോട് നിങ്ങൾക്ക് വേണേ പോകാമെന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾ പോകുന്നില്ല. അവസാനം ശേഷിച്ചവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണേ പോകാമെന്ന് പറഞ്ഞപ്പോൾ നിത്യജീവന്റെ വചനം നില്ലുണ്ട്, ഞങ്ങൾ നിന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞവരെ അടുത്തതിനും കൂടിയുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 7 പേരെ പിറ്റേ പ്രാവശ്യം ഉള്ളൂ. 5000-ൽ 1000 പോയി, 4000 ഉള്ളൂ കേൾക്കാൻ. വിളമ്പിയതിൽ 12-ൽ 5 പോയി, 7 ഉള്ളൂ. പിന്നെ ആ 7 പേർക്ക് 7 വട്ടിയും കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം എല്ലാ പള്ളിയിലും എല്ലാ വീട്ടിലും എല്ലാ സ്ഥാപനവും എല്ലാ ധ്യാനമന്ദിരത്തിലും ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിൽക്കാൻ. അതിന്റെ ഇടയിൽ വചനപ്രകാരം ഇടനാട് പതനാതെ നിങ്ങളെ യേശുവിനോളം വളരാനൊക്കെ ഉള്ളൂ. യേശു ഇതിന്റെ ഇടയിലാണ് വളർന്നത്, ശിഷ്യന്മാരെ വളർത്തിയത്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇടർച്ചകളുടെ മധ്യത്തിൽ ഇടനാതെയും പതനാതെയും ആത്മാവിൽ കാര്യങ്ങളെ വിവേചിച്ച് അത് ആത്മാവിനെ അനുസരിച്ചാണോ എന്നുള്ളതാണ് വിഷയം. പരിപാടി ആത്മാവിനെ അനുസരിച്ചാണോ, ആത്മാവ് പറഞ്ഞിട്ടാണോ, കാര്യസ്ഥം പറഞ്ഞിട്ടാണോ മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇതൊന്നും അല്ല വിഷയം. കർത്താവിനെ അനുസരിച്ചാണോ പരിപാടി നടക്കുന്നത് മാത്രം ചിന്തിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തിട്ട് ഒരിക്കലും ക്ഷമ കിട്ടാത്ത അവസ്ഥയിലേക്ക് താഴാനും സാധ്യതയുണ്ട്. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനായി എതിരായിട്ട് പറയുന്ന പാപത്തിന് അതിന് ശിക്ഷയാണ്, അതിന് ക്ഷമയില്ല. അങ്ങനെ യേശുവിന്റെ ശുശ്രൂഷാ വേളയിൽ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്ത് ഒരിക്കലും രക്ഷ കിട്ടാത്ത ഒരു കൂട്ടർ കുഴിയിലേക്കൊന്ന് പോയി. അതുകൊണ്ട് യേശു അനേകരെ രക്ഷിക്കാൻ മാത്രമല്ല വന്ന, അനേകരുടെ വീഴ്ചയ്ക്കും കൂടിയാണ് വന്നതെന്ന് ശൈശവത്തിലെ പറഞ്ഞ വചനം അങ്ങനെ നിവർത്തിയായി. ധ്യാനമന്ദിരവും പള്ളിയിലും നാട്ടിലും ഒക്കെ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ, നശിച്ചു പോകുന്ന ഒരു കൂട്ടർ. നിങ്ങൾ ആ ഏത് കൂട്ടത്തിലാകുമെന്ന് പരിശോധിക്കുക. അതുകൊണ്ട് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം കൂടെ പറയുക, നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വളരെ സൂക്ഷിച്ചോണം. മരണകരമായ പാപമുള്ളവരോട് അകന്നില്ലെങ്കിൽ, മരണകരമായ പാപം ചെയ്തവരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അടവുമാരി നമ്മളും പോകാമെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും വകതിരിവ് വേണം എന്ന് 100 വയസ്സിനോടടുത്ത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവിടെ പറഞ്ഞു.
നമ്മൾ പ്രാർത്ഥിക്കാവുന്ന കയറിയെന്ന് പ്രാർത്ഥിക്കുക. സംഗതി ആപ്പിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ രാത്രിയിൽ വളരെ കർശനമായി ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കാര്യം എല്ലാം ഉടനെ എടുക്കാൻ പാടില്ല, വിവേചിച്ചിട്ട് എടുക്കാവൂ എന്നുള്ള കാര്യം പറഞ്ഞത് എന്നെ ഞെട്ടിപ്പിച്ചു. എന്റെ പേരിൽ ചില കേസുണ്ടായിരുന്നു. നല്ല മനസ്സിനെ വരുന്നവരെല്ലാം പ്രാർത്ഥിച്ചേക്കാമെന്ന് പറയും. ഏതാ അങ്ങനെ ചില കേസ് എന്റെ പേരിൽ വന്നിരിക്കുക. എന്താ ദൈവം പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കേസ് എന്റെ മേൽ വരും. അവർക്കൊന്നും കൊടുക്കാനൊക്കെ എന്ന് മാത്രമല്ല, ഞാൻ അവരുടെ താഴുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ കേസ് തീർക്കാനും കൂടിയാണ് ഇപ്പം മകനെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 1 കൊരിന്ത്യർ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാം എന്തപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് അറിയുന്നുവെങ്കിൽ അവനുള്ള അപേക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു അറിയുന്നു. ദൈവം അനുവദിക്കുന്ന കാര്യം മാത്രമേ പ്രാർത്ഥിക്കാവുന്ന 14-ാം വാക്യത്തിൽ അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ഉറപ്പാണ്. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നെന്ന് അറിയുന്നുവെങ്കിൽ അവനുള്ള അപേക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സഹോദരൻ മരണത്തിന് അർഹമല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവന് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞു. അപ്പോൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ മരണാർഹമായ പാപങ്ങളുണ്ട്, ക്ഷമയില്ലാതെ പാപം ചെയ്ത് കുഴിയിലോട്ട് പോകാനിരിക്കുന്നവരുണ്ട്, അവരും കയറി പിടിക്കുന്ന നമ്മളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇവർ ഏതിനമാണെന്ന് നോക്കണം. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മബോധത്തിലെയും അധിക്ഷേപിച്ച് ഒരിക്കലും ക്ഷമ കിട്ടാതെ പാപം ചെയ്തിട്ട് വന്നിരിക്കുന്നവർ നമ്മളെ കൂടെ കുഴി കൊണ്ടുപോകാനാണ് വരുന്നത്. അവിശ്വാസികളുമായി ഇണയിലാപ്പിടെ കൂടെ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളും ദൈവം നമുക്ക് പിതാവും ആകണമെങ്കിൽ അവിശ്വാസികളുമായി ഇണയിലാപ്പിടെ കൂടരുത്, എങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ഇരിക്കൂ എന്നുള്ള കാര്യം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അവസാനം എഴുതിയിരിക്കും. ഇത്ര കഠിനമായ കാര്യം ഇത് കേട്ടാൽ പലരും ഇടറുമെന്നുള്ളത് സത്യമാണ്. ഇടറിക്കൂ എന്ന് പറഞ്ഞാൽ ഇത് അവസാന കാലമെടുത്തു. നീതിമാനെ നീതി ചെയ്യട്ടെ, നീതി ചെയ്യട്ടവനെ അനീതി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെളിപ്പാട് ദിവസവും ക്ലോസ് ചെയ്യുന്ന അങ്ങനെ ഇനിയും അനീതിയുള്ളവരെ നീതിയാക്കാനോ ചൊവ്വാക്കാനോ സമയമില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളായിരിക്കുന്ന പ്രായത്തിൽ അങ്ങ് ഓടാനല്ലാതെ നമ്മളെ അനേകരെ ചൊവ്വാക്കാനൊക്കാത്തൊരു കാലം വരികയാണ്. ബുദ്ധിയില്ലാത്ത കന്യമാരും ബുദ്ധിയുള്ള കന്യമാരും ഇടതിരിയുന്ന സമയം. ബുദ്ധിയില്ലാത്ത കന്യമാർക്ക് എണ്ണ കൊടുത്ത് അവരെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ പറ്റുമോ? 2 കൂട്ടർക്കും യാതൊരുവതേ ഉള്ളൂ. ആ കാലം അടുത്തിരിക്കുന്നു. ബുദ്ധിയില്ലാത്തവരും ബുദ്ധിയുള്ളവരും ഒന്നിച്ച് താമസിക്കും. പക്ഷേ ആ മണവാളം വരുമ്പോൾ ബുദ്ധിയുള്ളവരങ്ങ് പോവും. അപ്പോൾ മനസ്സിലാവും ഞങ്ങൾക്ക് എണ്ണയില്ലെന്ന്. അപ്പൊ എണ്ണ കടം കിട്ടുകയില്ല. കടം കൊടുത്താൽ അവർക്കും പോകണ്ടാവില്ല. അപ്പൊ എണ്ണ കടം കൂടെ ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നു. അത് വളരെ അടുത്തിരിക്കുന്നു. അവനവനുള്ളതും കൊണ്ട് പറക്കാൻ ശ്രമിക്കുകയല്ലാതെ മറ്റുള്ളവരെ ചുവാക്കാൻ ഒക്കുന്ന കാലം കുറഞ്ഞു വരുന്നു. അതിന്റെ അവസരങ്ങൾ തീർന്നു വരികയാണ്. അവരവരെ എണ്ണ നിറച്ച് കർത്താവ് വിളിക്കുമ്പോൾ പറക്കാൻ ഒരുങ്ങുന്നവർ ബുദ്ധിയുള്ളവർ, അല്ലാത്തവർക്ക് പോകാണ്. എല്ലാവരെയും രക്ഷിക്കാമെന്നോ എല്ലാവരെയും ചൊവ്വാക്കാമെന്നോ ആരും വിചാരിക്കേണ്ട. ചൊവ്വാകുന്നവൻ ചൊവ്വാകട്ടെ, പോകുന്നവൻ പോകട്ടെ, വരുന്നവൻ വരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വെളിപ്പാട് ദിവസവും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ ദൈവം അനുവദിക്കുന്നെങ്കിലേ എടുക്കാവൂ. ആ കാര്യം അറിയാം. അതിനാ 7 പ്രാവശ്യം വരാൻ പറഞ്ഞത്. നിങ്ങളുടെ കാര്യം എടുക്കാൻ കർത്താവ് പറഞ്ഞാലേ എടുക്കൂ. കർത്താവ് പറഞ്ഞാൽ എടുത്താൽ മതി. എല്ലാ കാര്യവും ദൈവം പറയുന്നു വിട്ടേക്കണം. കർത്താവ് ഇത് ഞാൻ എടുക്കേണ്ട കാര്യമാണോ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണോ, ഞാൻ കൈകാര്യം ചെയ്ത കാര്യമാണോ എന്ന് എന്നെ അറിയിക്ക്. അവിടുന്ന് ഇങ്ങോട്ട് പറയുന്ന കാര്യം അങ്ങോട്ട് പറയാവൂ. ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. പൂർണ്ണതയിൽ എത്തണമെങ്കിൽ, സൽഗുണമുള്ളവരാകണമെങ്കിൽ, ഈ ഗർഭലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്കൊന്ന് പറഞ്ഞു കിട്ടണമെങ്കിൽ 1-2 കാര്യം നോർമലായ പോരാ, 152 കാര്യവും നോർമലായെങ്കിലേ പോക്കുണ്ടാവുകയുള്ളൂ. അത്രയ്ക്ക് കഠിനമായ ശോധനയാണ്, അത്രയ്ക്ക് വലിയ പോസ്റ്റുമാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇതിന് വേണ്ടിയവർക്ക് വേണ്ടി ആണ് ഈ ആരാധനയും ധ്യാനന്മാരെ അറിയിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ധൂപ്രാർത്ഥനകൾ തരാൻ പോകുകയാണ്. നമുക്ക് എഴുതാം. വിശേഷമുള്ള ഈ 6-ാം ഞായറാഴ്ചത്തെ ആരാധനയെ സംബന്ധിപ്പോൾ എൻ്റെയൊക്കെ കർത്താവെന്ന് പറയാം. കിട്ടിയതായ സന്ദേശങ്ങൾക്ക് നന്ദി പറഞ്ഞ് ശേഷിക്കുന്ന സമയം അനുഗ്രഹമായി ചെലവഴിക്കാൻ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇത്രയും നാളും ആരാധനയെ സംബന്ധിച്ചിട്ടും ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ സഭയാകുന്ന അമ്മയുടെ ഉള്ളിൽ 7 മാസമെങ്കിലും വളർന്നു. 7 മാസം വളർന്നതിൻ്റെ അടയാളം സ്വയപരിശോധന സഹായിൽ 1-2 കാര്യം 100 തീരും. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തെ വളർച്ചയോടെ ഉണ്ടെങ്കിലേ പ്രായപൂർത്തിയായി മാസം കഴിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ഇറങ്ങാൻ അവിടെ ജീവിക്കാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി അനേക കാര്യങ്ങൾ നോർമലാകാനുണ്ട്. അതിന് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വയപരിശോധന സഹായിൽ 14 മുതൽ 17-16 വരെയുള്ള കാര്യങ്ങൾ വളരെയധികം ആഴമായി ശ്രദ്ധിക്കുക. 81-82 കാര്യം അതിനോട് ചേർന്ന് ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിലെ വഞ്ചനകളും അസ്ഥാനത്തുള്ള ഇരിപ്പും മാറിയെങ്കിലേ
നമുക്ക് മാസം തികഞ്ഞെന്ന് തുറന്നു കിട്ടാനൊക്കെയുള്ളൂ. അല്ലെങ്കിൽ ചാവുള്ളയായിട്ട് കുഴിയിൽ പോയെന്നിരിക്കും. അത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇനി അപകടങ്ങൾ അനേക അപകടങ്ങൾ പതിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനനുസരിച്ച് ഇടംബലം തിരിയണം. അപ്പനെയും അമ്മയും വീട്ട് പിന്നെ ഒന്നും ചെയ്യരുത്. അടങ്ങി ഒതുങ്ങി വളരെ ജാഗ്രതയോടെ എന്തെങ്കിലും ഇടവച്ചകളുടെ മധ്യത്തിൽ പകരാതെ അങ്ങ് ചെന്ന് വരാൻ പോകും. ഇത് അവസാന ഘട്ടത്തെ വലിയ പരിശോധനകളാണ് ഈ വരാൻ പോകുന്നത്. കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും കൂടെ വീഴിക്കാൻ പറ്റിയ പരീക്ഷകളുമായി പിശാചൻ അവന് കുറച്ചു സമയം കൂടെ ഉള്ളൂ നേരത്തെ അവന്റെ സകല ആയുധങ്ങളെടുത്ത് പയറ്റുന്ന സമയമാണ് എന്ന് കാര്യം അറിയുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അറിയിച്ചിരിക്കുന്നു. എത്രയും വേഗം ഈ സ്വയപരിശോധനാ സഹായിയുടെ എല്ലാ കാര്യവും നോർമലാക്കിയാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ കഴിയും. അല്ലെങ്കിൽ തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. തള്ളപ്പെട്ടാൽ പിന്നെ മഹോദ്രവകാലമാണ് വരുന്നത്. അവിടെ ആത്മഹത്യ ചെയ്താലും ചാവുകയില്ല. അതിനിടയിൽ നിന്ന് കുറേ പേരെ തെരഞ്ഞെടുക്കും. പക്ഷേ മണവാട്ടിയാകാനൊക്കെയില്ല. വളരെ വലിയ ശക്തിയായ ചോദനകളാണ്. ഏലിയാവിനെയും ഹാനോക്കിനെയും അയച്ച് അവർക്ക് മാത്രമേ ഭൂമിയിൽ നിന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അവരെ നേരത്തെ തന്നെ ഉടലോടെ വിട്ടിരിക്കുന്നത് മണവാട്ടത്തെ എടുക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിലെ അന്ധകാരത്തിൽ, സ്പർശിക്കത്തക്കതായ അന്ധകാരത്തിൽ വലിയ ശോധനകളുടെ മധ്യത്തിൽ അട്ടിച്ചു കുറേ പേരെ കൂടെ അരിച്ചു പെറുകിയെടുക്കും. അന്നേരത്തെ കല്യാണം കഴിഞ്ഞിരിക്കും. ചില പിന്നെ കിട്ടുന്ന സ്ഥലത്ത് കയറാവുന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് ഈ ഭൂമിയെ ചുട്ടുകരിക്കാൻ പോകുന്നത്. ഈ ഭൂമിയെ ചുട്ടുകരിച്ച് പിശാചിനെയും അവന്റെ സൈന്യങ്ങളെയും തകർത്ത് അങ്ങനെ എല്ലാം ഒരു ന്യായവിധി വരാൻ പോവുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെന്ന് കാര്യം വലിയ ലോകാവസാനത്തിന്റെ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ടിരിക്കണം. അങ്ങനെ ഈ ലോകത്തിൽ വലിയ ന്യായവിധികൾ വരാൻ പോകുന്നതിന്റെ തുടക്കം മാത്രമാണ് ഈ പോർച്ചുഗാലികളൊക്കെ. ഈ അടയാളങ്ങൾ കണ്ടതിനെ ഉണരുമോ, മനസ്സാന്തരപ്പെടുമോ, യഥാസ്ഥാനപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സങ്കേതമനത്തിൽ ഇവിടെ നടന്നു വരുന്ന ധ്യാനം കർത്താവിന്റെ കല്യാണത്തിന് പോകുന്നൊരു ഒരുക്കാനാണ്. അങ്ങനെയുള്ളൊരു മാത്രം വന്നാൽ മതി. കല്യാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ സുഖമായിട്ട് ജീവിച്ചു, സുഖനിവാസമൊക്കെ നടന്നു. അങ്ങനെ സുഖങ്ങളും കിട്ടത്തെ യേശുവിന്റെ കൂടെ പോകാനൊക്കെ മാത്രമേ കഷ്ടവും ദുഃഖവും ദുരിതവും ഉള്ളൂ. അവർക്ക് ഇടുക്കവും ഞെരുക്കമുള്ളൂ. അങ്ങനെ കല്യാണത്തിന് പോകാൻ വെളിയുള്ളവരും പോകാൻ ആഗ്രഹമുള്ളവർ മാത്രം നിലക്കെട്ടാൽ മതി. എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്രകാരം പോകാം. ഈ ലോകത്തിലെ സുഖങ്ങളിൽ അനുഭവിക്കുക ഏതെങ്കിലും സുഖം വേണ്ടേ? അവിടെയില്ല, എവിടെയില്ലെന്ന് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് യൂദായിക്കും ദുഷ്ടന്മാർക്കും കൊള്ളക്കാർക്കും തോന്നിയമാസം ജീവിക്കാൻ തീരുമാനം കയറുകൂരി വിട്ടിരിക്കുക. അവരെന്തും ചെയ്യും, എന്നും പറയും, എന്നും പ്രവർത്തിക്കും. ഒരു ആയുധം ഇപ്പം ഇല്ല. എല്ലാം കൂടെ ഒന്നിച്ചേ എടുക്കുള്ളൂ. ഇപ്പോൾ ദൈവമക്കളെ ദണ്ഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന പണി അവരെ ഏൽപ്പിച്ചിരിക്കുക. അവരെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അതുകൊണ്ട് അവിടെ നേരെ മുഷിയേണ്ട കാര്യമൊന്നുമില്ല. അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ കുരിശിച്ചവരെ പിതാവ് ഏൽപ്പിച്ചു. എന്റെ മോനെ നീ ചെയ്യാവുന്നൊക്കെ ചെയ്തു. അത് മനുഷ്യജാതിയുടെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ്. നമ്മുടെ രോഗവും നമ്മുടെ ദണ്ഡനങ്ങളും നമ്മുടെ പീഡനങ്ങളും എല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ്. കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ആവശ്യമാണ്. അത് ദൈവം അനുവദിക്കുന്നതേ തരുള്ളൂ. ആ ലോകത്തിൽ എല്ലാം വിശ്വാസത്തോടെ സഹിക്കുന്നതേ അവസാനത്തോടെ സഹിച്ചിരിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യഥാസ്ഥാനത്തിനൊക്കെയുള്ളൂ. ഈ വിശ്വാസമുള്ളവരെ പിടിച്ചു നിർത്താനും ധൈര്യപ്പെടുത്തുവാനുമാണ് ഈ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞായറാഴ്ച മുൻകൂട്ടി ഇതിനകത്ത് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും കർത്താവിനെ മണവാട്ടി സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെ വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനത്തോട് സഹിച്ചു നിൽക്കുന്നവർക്ക് രക്ഷയുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങളെ അവസാനം മിനിറ്റിന് മുമ്പിൽ മടുപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശത്രു വലിയ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനം മുഴുവൻ പഠിച്ച് ആ വചനപ്രകാരം മാത്രം പ്രതികരിച്ച് അങ്ങനെ അഗ്നിശോധനയിൽ കൂടെ കടന്നു വന്ന് ഞങ്ങൾ ശോഭയുള്ളവരായി നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഈ വൈകിയ വേളയിൽ ഈ അന്ത്യകാലത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കുവാനായിട്ട് തന്നെ. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 15-ാം തീയതി മാതാവിന്റെ പെരുന്നാൾ കഴിയുന്നവരെ എനിക്ക് മൗനമായിരിക്കും. കഴിയുന്നിടത്തോളം പൂർണ്ണമായും മൗനം വെക്കാൻ സാധ്യമല്ല.